ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ തുമ്പോളി പള്ളിയിലാണ്. ഇന്ന് സൺഡേ ആയിട്ട് അവിടെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഈ ഒരു പെരുന്നാൾ. ഇത് എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് കേട്ടോ ഇത് നടക്കുന്നത്. ഞങ്ങൾ അർത്തുങ്കലാണ് കേട്ടോ താമസിക്കുന്നത്. ഞങ്ങളുടെ അർത്തുങ്കലിൽ നിന്ന് ഒരു ബസ്സിലൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ വേണ്ടി വരില്ല, അതൊക്കെ മുന്നോട്ട് നമുക്ക് എത്താം. ഇപ്പോൾ ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത്, അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ ആ ഒരു ടൈം എടുത്തുള്ളൂ അവിടെ എത്താനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഉച്ചക്കാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വന്നപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്, കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പറയാനാണെങ്കിൽ കൂടുതലും പെരുന്നാൾ ടൈമിൽ രാത്രി ആയിരിക്കുമല്ലോ തിരക്ക് കാര്യങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഉച്ച ടൈമിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറി നേർച്ചയ്ക്ക് ഇട്ടു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്, നേർച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. പള്ളിയുടെ ഇരുവശങ്ങളിലായിട്ടും പിന്നെ പടിഞ്ഞാറ് അറ്റം വരെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്, ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം കുടിക്കാമെന്ന് ഓർത്തു. നേരെ ചെയ്യുന്നത് കുലുക്കി സർബത്ത് കടയിലാണ് കേട്ടോ. ഒത്തിരി ഫ്ലേവറിൽ ഇങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാംഗോ വിത്ത് ബൂസ്റ്റ് കുലുക്കിയാണ് കേട്ടോ. ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു സംഭവമായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുലുക്കി സർബത്തിൻ്റെ ആ ഒരു ട്രെൻഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഉച്ച സമയത്ത് ഈ പൊരി വെയിലിൽ അത്യാവശ്യം നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റിയ ഒരു സൂപ്പർ അഡാർ ഐറ്റം എന്നാണ് പറയാട്ടോ. പിന്നെ ഈ ഒരു ചേട്ടൻ്റെ ആ ഒരു കുലുക്കി സർബത്ത് അടിക്കുന്ന ആ ഒരു വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക രസമല്ലേ ഇത് കാണാനായിട്ട്. അവർ അത് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നു. ഈ ദിവസമാണെങ്കിൽ ഇത് കുടിച്ചില്ല കേട്ടോ. അവൾക്ക് എന്തോ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെന്നോ തോന്നുന്നത്. ഈ ദിവസം കഴിച്ചില്ല, ഞാൻ ചേട്ടായും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ ദിവസമാണെങ്കിൽ കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങിക്കണം. അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ കളിച്ചാൽ മതി. ഒരുപാട് ടോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ദിവസം ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഒരുപാട് കളിപ്പാട്ടൊക്കെ കാണിച്ചു കൊടുത്തോ ഏത് വേണം ഏത് വേണമെന്ന്. പക്ഷെ അവൾക്ക് ഇത് ഈ ഒരു ഓടിച്ച് കളിക്കുന്ന ഈ സംഭവം ഇഷ്ടമാണ്. അങ്ങനെ അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഡോളിൻ്റെ ഒരു ഇതാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്ര ഐറ്റം കേട്ടോ അവൾക്ക് വാങ്ങിച്ചു. ഒരുപാടൊന്നും വാങ്ങിച്ചൊന്നുമില്ല, കാരണം ഒരുപാടൊന്നും ഇവിടെ കളിക്കില്ല. ഇവൾക്ക് പാത്രവും സ്പൂണും അതിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ നമ്മൾ അവരുടെ ആഗ്രഹത്തിന് നിൽക്കുന്നത് മാത്രമേ. പിന്നെ ഞങ്ങൾ നേരെ കയറിയത് വേറൊരു കടയിലാണ്. ഇവിടെ പെട്ടെന്ന് ഞാൻ കയറാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പാനിപ്പൂരി അങ്ങോട്ട് ഉടക്കിട്ടോ. പാനിപ്പൂരി ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല, കഴിക്കാനായിട്ടൊരു ചാൻസ് കിട്ടിയിട്ടില്ല. ഞാൻ ഫസ്റ്റായിട്ട് ആലപ്പുഴയിൽ ചെന്നപ്പോഴത്തേക്കാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പാനിപ്പൂരി. പിന്നെ ഈ ഒരു സെക്കൻഡ് ടൈമിൽ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ ഞാനത് കണ്ടപ്പോൾ തന്നെ ഓടിച്ചാടി അങ്ങോട്ട് കളിയുന്നത്. അടുത്തതായിട്ട് ഞങ്ങൾ കോൺ ഐസ്ക്രീം ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ജാക്ക് ഫ്രൂട്ടും പിന്നെ മാംഗോ ഫ്ലേവറും. ഈ ദിവസമാണെങ്കിൽ ഐസ്ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ അത് ഒത്തിരി കഴിക്കും. എന്നാലും ഞങ്ങളത് വലുതായിട്ട് കൊടുക്കാറില്ല, കാരണം അത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ചിലേക്കൊന്നും പോകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ബൈ.